ഇന്ത്യക്ക് മേൽ അമേരിക്ക ഉണ്ടാക്കിയ താരിഫ് 50% താരിഫ് കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു. ഈ താരിഫിൽ ഇന്ത്യ അങ്ങ് വലിയ രീതിയിൽ തളർന്ന് തരിപ്പണമാകുമെന്നാണ് അമേരിക്ക കരുതിയത്. പക്ഷേ ഇന്ത്യ കുലുങ്ങിയില്ല, അനങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ട പല പദ്ധതികളും തയ്യാറാക്കി വെച്ചിരുന്നു. കാരണം ട്രംപ് എന്തൊക്കെ കാണിക്കുമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇപ്പോൾ മോദിയുടെ കാല് പിടിക്കുകയാണ്, മോദിയോട് യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും നമുക്കിത് സംസാരിച്ച് തീർക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ട്രംപിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 4 തവണ ട്രംപ് മോദിയെ വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല. അതായത് മോദി കർക്കശമായി തന്നെയാണ് തന്റെ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരം ഉമ്മാക്കിയൊന്നും കാട്ടി ഇങ്ങോട്ട് പേടിപ്പിക്കാൻ വരണ്ട മോനെ, അത് പേടിക്കുന്ന ആളല്ല ഞങ്ങൾ എന്ന് തന്നെയാണ് നെഞ്ചു വിരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നത്. ഇന്ത്യക്ക് മേൽ നിങ്ങൾ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുമോ അത്രത്തോളം ഞങ്ങൾ ശക്തരായി മാറിക്കൊണ്ടിരിക്കും എന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. അതായത് നിങ്ങൾ താരിഫ് ഉയർത്തിക്കോളൂ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ ഉൽപാദകർക്കോ കർഷകർക്കോ കയറ്റുമതി നടത്തുന്നവർക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ഉമ്മാക്കി കളികൾ ഇങ്ങോട്ട് ഇറക്കണ്ട എന്നാണ്. ഇപ്പോ ഇന്ത്യ 40 രാജ്യങ്ങളിലേക്ക് ടെക്സ്റ്റൈൽസ് വ്യാപാരം വിപുലീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, UK, കാനഡ, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള 40 രാജ്യങ്ങളിലേക്കാണ് ടെക്സ്റ്റൈൽസ് മേഖല വിപുലീകരിക്കാൻ പോകുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ട നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരം. അതായത് ക്രൂഡ് ഓയിലുമായുള്ള റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരമാണ് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. അങ്ങനെയാണ് ട്രംപ് നമുക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്തിയത്. ഈ തീരുവ പിൻവലിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ട്രംപ് തന്നെ. കാരണം ഒറ്റയടിക്കത് നടപ്പിലാക്കി പിൻവലിച്ചാൽ അത് ട്രംപിനൊരു നാണക്കേടാണ്. അതുകൊണ്ട് ട്രംപ് എങ്ങനെയെങ്കിലും മോദിയുമായി സംസാരിച്ച് ഞാനത് ഒത്തുതീർപ്പാക്കി എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ മോദിയുമായി ചങ്ങാത്തത്തിലാവാൻ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് കർഷകരുടെ പാലുൽപ്പന്നങ്ങൾക്ക് പകരം അമേരിക്കയിൽ നിന്ന് കൃത്രിമമായിട്ടുള്ള പാൽ, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള പാല് ഇവിടെ ഇറക്കണം, അതിവിടെ വ്യാപാരം നടത്തണം, അത് സമ്മതിക്കുന്നില്ല എന്ന് ഇന്ത്യ പറഞ്ഞു. മാത്രമല്ല പച്ചക്കറികൾ അമേരിക്കയുടെ പച്ചക്കറികളും ഇന്ത്യൻ മാർക്കറ്റിൽ വ്യാപാരം നടത്തണം. ഇതായിരുന്നു അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉണ്ടാക്കിയ കരാർ. പക്ഷെ ഇന്ത്യ അത് സമ്മതിച്ചില്ല. മാത്രമല്ല ഇന്ത്യ എല്ലാത്തിലും നമ്പർ 1 ആണ്. പ്രത്യേകിച്ച് വ്യവസായ മേഖലയിൽ ഇന്ത്യ പാൽ ഉൽപ്പന്നങ്ങളിലും പച്ചക്കറി ഉൽപ്പന്നങ്ങളിലും ടെക്സ്റ്റൈൽസ് മേഖലകളിലും ഒക്കെ ഇന്ത്യ നമ്പർ 1 ആണ്. അപ്പോൾ ഇത്തരമൊരു വ്യാപാരം ഏത് തരത്തിലേക്ക് ഇന്ത്യ തകർക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഇന്ത്യ ഇപ്പോൾ അതിന് 4 വഴികളാണ്. അതായത് ഈ അമേരിക്കയുടെ ഈ താരിഫിലും എന്തുകൊണ്ട് ഇന്ത്യ കുലുങ്ങിയില്ല എന്ന് ചോദിച്ചാൽ 4 പ്രധാനപ്പെട്ട വഴികളാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് താരിഫുകളുടെ ആഘാതം കുറയ്ക്കാനും US ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമായി ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത്, അത് ശ്രദ്ധയിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതായത് ചൈനയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ വളരെ നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിർത്തി തർക്കങ്ങളോ 1962 യുദ്ധത്തിന് ശേഷം 2020 അതിർത്തി തർക്കം ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ശക്തിയായി, കാരണം രണ്ടും വലിയ വിപണികളാണ്. ആ വിപണികളെ എത്രത്തോളം പ്രയോജനപ്പെടുത്താം എന്നുള്ളത് 140 കോടി ജനങ്ങളുള്ള ചൈനയും 148 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെയും വിപണി എത്രത്തോളം വിപുലമാക്കാം എന്നുള്ള അവിടെ എത്രത്തോളം സാധ്യതകൾ കണ്ടെത്താം എന്നാണ് ഇന്ത്യ ഇപ്പോൾ നോക്കുന്നത്. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, റഷ്യയുമായി ഒരു പുതിയ വ്യാപാര ബന്ധം ഇന്ത്യ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു യൂറോപ്യൻ വ്യാപാര തന്ത്രമാണത്. ആ വ്യാപാര തന്ത്രത്തിലൂടെയും ഇതിനെ ഏറെക്കുറെ മറികടക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. അതായത് റഷ്യയുമായി പുതിയൊരു വ്യാപാര ബന്ധം ഉണ്ടാക്കുന്നു. ആ ഒരു യൂറോപ്യൻ വ്യാപാര തന്ത്രത്തിലൂടെ ഈ പ്രതിസന്ധിയെ ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കും എന്ന് ഇന്ത്യ വിചാരിക്കുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യാശ എന്ന് പറയുന്നത് താരിഫ് വർദ്ധിക്കുന്നത് പരിഗണിക്കുക. അതായത് നമ്മൾ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് അങ്ങോട്ട് കയറ്റി അയക്കുന്ന വസ്തുക്കൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുക. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന വസ്തുക്കൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് കയറ്റി അയക്കുക. അപ്പോൾ സ്വാഭാവികമായി അമേരിക്ക അത്രയും വലിയ താരിഫ് കൊടുത്തിട്ടാണല്ലോ നമ്മുടെ സാധനങ്ങൾ വാങ്ങാനുള്ളത്. കാരണം ഇന്ത്യൻ സാധനങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ നല്ലപോലെ ചെലവഴിക്കുന്ന സാധനങ്ങളുണ്ട്. ടെക്സ്റ്റൈൽസ് മേഖലയാണെങ്കിലും എല്ലാ മേഖലകളിലും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ താരിഫ് കൂടി നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് നമ്മുടെ താരിഫ് നമ്മൾ വർദ്ധിപ്പിക്കുക. ഇന്ത്യക്കെതിരായ തീരുവകളിൽ അമേരിക്കയുടെ കർശന നിലപാടിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ പ്രതികാര താരിഫ് കൊടുക്കും.
അതായത് കാർഷിക, ഔഷധ, സാങ്കേതിക, പ്രതികാര താരിഫുകൾ ഈ മേഖലയിൽ എല്ലാം ചുമത്തിയേക്കാം. 2019 US ബദാം, ആപ്പിൾ, സ്റ്റീൽ എന്നിവയ്ക്ക് ഇന്ത്യ അധികം താരിഫ് ചുമത്തിയിരുന്നു. അതായത് അമേരിക്കയിലെ ബദാം, ആപ്പിൾ, സ്റ്റീൽ എന്നിവയ്ക്ക് ഇന്ത്യ അധികം താരിഫ് ചുമത്തിയിരുന്നു. ഇനി നാലാമത്തെ ഓപ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ദീപാവലി ഒക്കെ വരാൻ പോവുകയാണ്, വലിയ ഉത്സവ സീസൺ വരാൻ പോവുകയാണ്, നിങ്ങളുടെ കടകളിൽ പുറത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ബോർഡ് വയ്ക്കണം. അതായത് ദീപാവലി പോലുള്ള ആഘോഷങ്ങളൊക്കെ വരികയാണ്. ആ ആഘോഷങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കടയുടെ മുന്നിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ബോർഡ് വയ്ക്കണം. ആ ബോർഡുള്ള കടകളിലേക്ക് ആൾക്കാർ സാധനം മേടിക്കാൻ കയറണം. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സ്വദേശീവൽക്കരണം, പ്രാദേശിക വ്യവസായങ്ങൾക്ക് സബ്സിഡികളും നൽകുന്നുണ്ട്. 50% താരിഫുകളുടെ ആഘാതം കുറയ്ക്കുന്നതിന് ഇന്ത്യക്ക് ആഭ്യന്തര വ്യവസായികൾക്ക് സബ്സിഡികൾ നൽകാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താരിഫുകളുടെ ആഘാതം കുറയ്ക്കുന്നതിന് തുണിത്തരങ്ങൾ, IT മുതലായ ഉൾപ്പെടെയുള്ള മറ്റ് ആഭ്യന്തര വ്യവസായങ്ങൾക്കും സബ്സിഡിയും പ്രോത്സാഹനവും നൽകും. ഇങ്ങനെയാണ് ഇന്ത്യ കാര്യങ്ങൾ, അതായത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം, ചൈനയുമായുള്ള വ്യാപാര ബന്ധം, സ്വദേശീവൽക്കരണം, അമേരിക്കയ്ക്ക് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുക. ഈ 4 കാര്യങ്ങൾ, 4 വഴികൾ ഇന്ത്യ പ്രയോഗിക്കുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക്, സമ്പന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ലോക പോലീസ് എന്നൊക്കെ പറഞ്ഞാലും അമേരിക്ക ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കും. ഇപ്പൊ മാക്ഡൊണാൾഡ്സ് പോലും കഴിഞ്ഞ ദിവസം ഏറ്റവും വില കുറച്ച് അവരുടെ സാധനങ്ങൾ പുറത്തിറക്കുന്നു. കാരണം ചെലവുകൾ കൂടിയപ്പോൾ ആളുകൾ പുറത്തുനിന്നുള്ള ആഹാരം കഴിപ്പ് കുറയുന്നു. അപ്പോൾ അത് കടകളെ, റെസ്റ്റോറൻറ്റുകളെ, ഇത്തരം കഫേകളെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താരിഫ് ഈ മണ്ടൻ തീരുമാനമാണ്. ഇന്ത്യക്ക് മേൽ ഇത്തരം ഒരു താരിഫ് ചുമത്തുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ടൻ തീരുമാനമാണ്. ആ മണ്ടൻ തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്നാണ് പലരും കരുതിയത്. പക്ഷേ ഇന്ത്യ കാല് പിടിച്ചാൽ മാത്രമേ തങ്ങൾ പിന്മാറൂ എന്നൊരു നിലപാട് അമേരിക്ക പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായി സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിലപാടിലേക്ക് ഇന്ത്യ നിന്നു കൊടുത്തില്ല. ഇന്ത്യ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കുമോ, നിങ്ങൾ എത്രത്തോളം ഞങ്ങളുടെ മേൽ താരിഫ് അടിച്ചേൽക്കുമോ അത്രത്തോളം ശക്തരായി മാത്രമേ ഞങ്ങൾ മാറുകയുള്ളൂ എന്നുള്ള ഒരു കൃത്യമായ നിലപാടെടുത്തു. അതുകൊണ്ട് US കൊടുത്ത താരിഫിൽ രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമോ, ഇന്ത്യ വ്യാപാര പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങൾ ഉറ്റുനോക്കുമ്പോഴും ഇന്ത്യ പറയുകയാണ് ഞങ്ങൾ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി കണ്ടുവച്ച കാര്യങ്ങളാണ്, അതിനുള്ള കൃത്യമായ പോംവഴികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയുടെ ഈ താരിഫ് കാരണം ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന ഇന്ത്യക്കാണ്. കാരണം സ്വദേശീവൽക്കരണം ഒക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യ വേറൊരു ലെവലിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് US താരിഫ് വർദ്ധിച്ചിട്ടും ഇന്ത്യ കുലുങ്ങാതെ അനങ്ങാതെ ഇങ്ങനെ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത്.